എല്ലാ ഹിപ്പ് പെയിൻസും ആർത്രൈറ്റിസ് ആണോ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണോ? ഞാൻ ഡോക്ടർ അങ്കിത് ജോസ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ആർത്രോസ്കോപ്പിക് ആൻഡ് ജോയിന്റ് പ്രിസർവിംഗ് സർജൻ. ഹിപ്പ് പെയിൻസ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് കോസസ്. ഫീമറൽ അസ്റ്റാബുലർ ഇംപിഞ്ച്മെൻറ്റ് അതിലൊരു പ്രധാനമായ ഒരു കോസാണ്. എന്താണ് ഫീമറൽ അസ്റ്റാബുലർ ഇംപിഞ്ച്മെൻറ്റ്? നമ്മുടെ ഫീമർ അഥവാ തൈ ബോണിലും അസ്റ്റാബുലത്തിലും ബോൺ ഓവർഗ്രോത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് ഫീമറൽ അസ്റ്റാബുലർ ഇംപിഞ്ച്മെൻറ്റ്. എന്താണ് അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? എങ്ങനെയാണ് നിങ്ങൾക്കത് ഉണ്ടെന്ന് അറിയുന്നത്? ഇടുപ്പിൽ പെയിൻ മെയിൻലി ഒരു 25 to 40 ഇയേഴ്സിലാണ് ഈ ഹിപ്പ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻലി ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നത്, സിറ്റിംഗ് പൊസിഷനിൽ നിന്നും സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി എ ഡൾ ഏക്കിംഗ് പെയിൻ, അല്ലാതെ കോൺസ്റ്റൻറ്റ് പെയിൻ ആയിട്ട് പ്രസൻറ്റിങ് കുറവാണ്. എന്താണ് അതങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒരു എക്സ്റേ, പെൽവിസിൻ്റെ ഒരു എക്സ്റേ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു MRI സ്കാനിൽ നമ്മൾ അത് കൺഫേം ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. ഹിപ്പ് സർജറി അഥവാ ഓപ്പൺ സർജറി അല്ലാതെ കീഹോൾ സർജറിയിലൂടെ തന്നെ നമുക്ക് ഈ ഫീമറൽ അസ്റ്റാബുലർ ഇംപിഞ്ച്മെൻറ്റ് അഡ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. Future is Hospital. Health is happiness.